ഹായ് ഫ്രണ്ട്സ്, ന്യൂജൻ ഐസ്പിത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു സബ്വൂഫർ ബോക്സ് അസംബ്ലി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പോർട്ട്, അതായത് എയർ ഹോള് എങ്ങനെ ഡിസൈൻ ചെയ്യണം, അത് ഏതൊക്കെ രീതിയിലാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മളിപ്പോൾ പഴയ മോഡൽ ഹോം തിയേറ്ററുകളും അതുപോലെ തന്നെ വ്യത്യസ്ത തരമായിട്ടുള്ള എയർ ഹോള് വരുന്ന കുറച്ച് പഴയ മോഡൽ ആംപ്ലിഫയറുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാം. ഇത് ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഈ ഒരു പഴയ മോഡൽ ഹോം തിയേറ്ററിൻ്റെ മുകൾ സൈഡിലാണ് എയർ ഹോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ കമ്പനി കൊടുക്കാനുള്ള കാരണം എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഒരു ഡിസൈനും അതല്ലാഞ്ഞിട്ട് ഇതിനകത്ത് ഇതിൻ്റെ ഉൾ സൈഡിൽ വരുന്ന ബോർഡും കാര്യങ്ങളും വെക്കുമ്പോൾ സ്ഥലപരിമിതി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ഇത്തരത്തിൽ എയർ ഹോൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു ബോക്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഈ എയർ വെൻറ്റിൻ്റെ നീളം അതുപോലെ തന്നെ അതിൻ്റെ വോളിയം ഒക്കെ കണക്കാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പീക്കറിൻ്റെ അതല്ലെങ്കിൽ ഊഫറിൻ്റെ മോഡൽ നമ്പറൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് അതിൻ്റെ പാരാമീറ്റേഴ്സും ബാക്കി ബോക്സ് ഡിസൈൻ ചെയ്യാനുള്ള അളവും എല്ലാം കിട്ടുന്നതാണ്. ഈ കാണുന്ന ഹോം തിയേറ്ററിൻ്റെ ഇൻസൈഡിലാണ് അവർ സബ് ഊഫർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ ഇതിൽ എയർ വെൻറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കൂടുതലായും പ്രൈസ് കുറഞ്ഞ സബ് ബോക്സുകളിൽ റൗണ്ട് ഷേപ്പിലുള്ള എയർ വെൻ്റാണ് കാണുന്നത്. അത് ഒന്നി PVC പൈപ്പ് അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന എയർ വെൻ്റ് ഉപയോഗിച്ചായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതല്ലാതെ നമ്മൾ ചെയ്തെടുക്കുന്ന ബോക്സുകളിൽ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന കറക്റ്റ് പാരാമീറ്റേഴ്സ് ഉൾപ്പെടുത്തി ചെയ്യുന്ന ബോക്സുകളിൽ സ്ക്വയർ ടൈപ്പിലുള്ള എയർ വെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ലോക്കൽ ആയിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്ത ഒരു ബോക്സാണ്. ഇത് വോക്കൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്ന സബ്വൂഫറിൻ്റെ സ്പീക്കറല്ല ഇതിൽ വെച്ചിട്ടുള്ളത്. നോർമൽ ഒരു 12 ഇഞ്ച് വോക്കൽ കിട്ടുന്ന സ്പീക്കറാണ്. അപ്പോൾ ഇതിൽ വെറുതെ ഒരു എയർ ഹോൾ കട്ട് ചെയ്ത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് PVC പൈപ്പോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് വെറും ഒരു ലോക്കൽ സെറ്റപ്പിന് വേണ്ടി ചെയ്തെടുത്തതായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ബോക്സിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. സ്ക്വയർ ടൈപ്പിലുള്ള എയർ വെൻറ്റും വെച്ചാലും അല്ലെങ്കിൽ റൗണ്ട് ടൈപ്പിലുള്ള ഈ PVC പോലുള്ള എയർ വെൻറ്റ് വെച്ചാലും അതിൻ്റെ അകത്തുള്ള ആ വോളിയം കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ബാസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സബ്വൂഫറിൻ്റെ ഫ്രണ്ട് സൈഡിലായിരിക്കണം എയർ വെൻറ്റ്. അതായത് ഫ്രണ്ട് സൈഡിലെ എയർ വെൻറ്റും സബ്വൂഫറും ഉണ്ടെങ്കിൽ കൂടുതൽ ഒരു ബാസ് എഫക്റ്റ് നമുക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന സബ്വൂഫർ ബോക്സ് നമ്മൾ ഡൈനിറ്റിയുടെ 12 ഇഞ്ചിൻ്റെ ഒരു സബ്വൂഫർ ആഡ് ചെയ്തിട്ടുള്ള ബോക്സാണ്. അപ്പോൾ ഈ ബോക്സ് കറക്റ്റ് മെഷർമെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ വെൻറ്റ് സ്ക്വയർ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബോക്സുകൾ ചെയ്യുന്നതിൻ്റെ ഒരു മിനിയേച്ചർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. അത് കണ്ടാൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഇത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്ക്വയർ ടൈപ്പ് ബോക്സുകൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ ബാസ് വരുന്നതെന്നാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ ഏത് വോളിയത്തിലാണോ ഒരു സബ്വൂഫറിന് അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ആ ബോക്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഏത് വോളിയത്തിലാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ബാസ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിൽ നിന്നും കുറച്ചെങ്കിലും വ്യത്യസ്തത നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സബ്വൂഫർ ബോക്സിൻ്റെ എയർ വെൻറ്റും സ്പീക്കർ വെച്ചിരിക്കുന്ന ആ സബ്വൂഫർ വെച്ചിരിക്കുന്ന ആ പോർഷനും കൂടി നമ്മുടെ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന വിധത്തിൽ സെറ്റ് ചെയ്താൽ കൂടുതലൊരു പഞ്ച് ബാസ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ എയർ ഹോൾ വെക്കുന്നതിൻ്റെ ആ PVC പൈപ്പിലാണെങ്കിൽ അങ്ങനെ അതിൻ്റെ മെഷർമെൻറ്റും അത് തന്നെയല്ല സ്ക്വയർ ടൈപ്പിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന JBL ആണെങ്കിൽ JBL അല്ലെങ്കിൽ മറ്റ് കമ്പനിയുടെ സബ്വൂഫർ ആണെങ്കിലും അതിൻ്റെ മോഡൽ നമ്പരും ബാക്കി ഡീറ്റെയിൽസ് സെർച്ച് ചെയ്താൽ നമുക്ക് നെറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും ഗുഡ് ബൈ.